നമസ്കാരം. ശബരിമലയിൽ താൻ ശാന്തനായിരിക്കില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. മതിയായ ഭരണപരിചയം ജയകുമാറിനുണ്ട്. പക്ഷേ സ്വതന്ത്രനായി വിടാൻ ജയകുമാറിനെ സർക്കാർ അനുവദിക്കില്ല. പഴയ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിലനിർത്താൻ ജയകുമാർ നിർബന്ധിതമാകും. ചുമതലയേറ്റ ശേഷവും പ്രശാന്തിന്റെ PA ആണ് ജയകുമാറിന്റെ കാര്യം നോക്കുന്നത്. ഈ സംവിധാനവുമായി ജയകുമാർ മുമ്പോട്ട് പോകണമെന്നതാണ് സർക്കാരിന്റെ താൽപര്യം. ജയകുമാറിന്റെ കാർ യാത്രയ്ക്ക് ഡ്രൈവറായുള്ളതും പ്രശാന്തിന്റെ സാരഥിയാണ്. സാധാരണ നിലയിൽ പ്രസിഡന്റായി എത്തുന്നവർ PAയും ഡ്രൈവറെയും എല്ലാം മാറ്റാറുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റേത് എല്ലാ കാലത്തും രാഷ്ട്രീയ നിയമനമാണ്. എന്നാൽ ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം കാരണം വിശ്വാസി കൂടിയായ ജയകുമാറിനെ നിയമിക്കുകയായിരുന്നു. അപ്പോഴും കടിഞ്ഞാൺ നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. മുൻ മന്ത്രിയായ കെ രാജുവിനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയത് ഇതിനു വേണ്ടിയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ വനമന്ത്രിയായിരുന്നു കെ രാജു. CPI ആദ്യം വിളപ്പിൽ രാധാകൃഷ്ണനെ ദേവസ്വം ബോർഡിൽ നിയോഗിക്കാനായിരുന്നു തീരുമാനിച്ചത്. ജയകുമാർ നായർ സമുദായ അംഗമാണ്. ഇതോടെ അതേ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരാളെ ദേവസ്വം അംഗമാക്കരുതെന്ന നിർദ്ദേശം CPIക്ക് മുന്നിൽ CPM വെച്ചു. മുമ്പ് മുൻ മന്ത്രിമാർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുണ്ട്. എന്നാൽ മുൻ മന്ത്രിമാർ ദേവസ്വം ബോർഡ് അംഗമായ ചരിത്രമുണ്ടായിരുന്നില്ല. ജയകുമാർ എത്തിയപ്പോൾ അതും മാറി. ജയകുമാറിന്റെ ദേവസ്വം തീരുമാനങ്ങൾ ഇടതുമുന്നണിയുടെ അനുമതിയോടെയാണ് നടപ്പിലാക്കുന്നതെന്ന് രാജു ഉറപ്പിക്കും. ദേവസ്വം ബോർഡിലെ മൂന്നാം അംഗവും CPMകാരാണ്. അതുകൊണ്ട് തന്നെ മൂന്നംഗ ബോർഡിൽ CPMന് താല്പര്യമില്ലാത്ത തീരുമാനമൊന്നും എടുക്കാൻ ജയകുമാറിന് കഴിയില്ല. ജയകുമാറിന്റെ ഡ്രൈവറും PAയും അടക്കമുള്ള കാര്യങ്ങളിൽ ബോർഡാണ് തീരുമാനം എടുക്കേണ്ടത്. നിലയ്ക്കലിൽ ജോലി ചെയ്യുമ്പോൾ റബ്ബർ ടാപ്പുകാരൻ കുത്തി പരിക്കേൽപ്പിച്ച ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ നടത്തിയ വ്യക്തിയും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നതന്റെ അടുത്ത അനുയായിയായിരുന്നു ഇയാൾ. അതുകൊണ്ടാണ് ഗുരുതര പീഡന ആരോപണം ഉയർന്നിട്ട് പോലും ഇയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകാത്തത്. പ്രശാന്ത് കളമൊഴിഞ്ഞെങ്കിലും ഈ പരാതി ഏത് തലത്തിൽ ചർച്ചയാകുമെന്നതാണ് നിർണായകം. ഇംഗിതത്തിന് വഴങ്ങാത്ത ജീവനക്കാരിയെ കള്ളക്കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്തായിരുന്നു ഇയാളുടെ പ്രതികാരം. ശബരിമല തീർത്ഥാടന വിഷയത്തിൽ ജയകുമാറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. എന്നാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം നിയന്ത്രണം കൊണ്ടുവരും. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്ക് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മാർഗമായിരുന്നുവെങ്കിൽ ഇനി മുതൽ അത് അനുവദിക്കില്ലെന്ന് ജയകുമാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കിടെ ആറന്മുള ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമ്പോഴാണ് കെ ജയകുമാർ നയം വ്യക്തമാക്കിയത്. സ്പോൺസറായി വരുന്ന ആൾ ആരാണെന്നും അയാളുടെ വരുമാന മാർഗം എന്താണെന്നും അറിയാതെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടായത് ഇപ്പോഴത്തെ സംവിധാനത്തിന്റെ തകരാറാകാം. അത് തിരുത്തുമെന്നാണ് തുടക്കം മുതൽ പറയുന്നത്. ഭക്തരുടെ സംഭാവന സ്വീകരിക്കാനും അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും തടസ്സമില്ല. സ്പോൺസർ നേരിട്ട് വരണം. ഇടനിലക്കാർ മുഖാന്തരം വരരുത്. അവരുടെ വരുമാന മാർഗം, ബാലൻസ് ഷീറ്റ്, ആദായ നികുതി വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് മാത്രം അനുവാദം നൽകുമെന്നതാണ് നിലപാട് അദ്ദേഹം പറഞ്ഞു.